അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യത്തെ 4 സെമസ്റ്ററിൽ മാർക്ക് കുറച്ച് കുറഞ്ഞത് നന്നായി. അതുകൊണ്ട് അത്ര പേടിച്ചിട്ടില്ല. ഞാൻ ഒന്നാമത് പേടിയാൻ കഴിയുമായിരുന്നു. പേടിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാം. കോളേജിൽ ചില പരിപാടിക്കൊന്നും അങ്ങനെ ഇതാക്കാറില്ല, പങ്കെടുക്കാൻ നിൽക്കാറില്ല. ഇതുകൊണ്ട് എവിടെ എന്നോട് അങ്ങനെയല്ലേ ചോദിച്ചത് ഷേബാസ് സാർ, എനിക്ക് ഇത്ര മാർക്ക് ഉണ്ട് എവിടെയെങ്കിലും കിട്ടുമെന്നല്ലേ ചോദിച്ചത്. അപ്പൊ ഫൈനൽ ഇയർ ആവാൻ കാത്തിരിക്കുന്നത് ഒരു നല്ല തീരുമാനമാണോ, അല്ലെങ്കിൽ കുറച്ച് മുന്നേ തുടങ്ങുന്നതാണോ നല്ലത്? കുറച്ച് മുന്നേ തുടങ്ങുന്നതാണ് നല്ലത്, കാരണം കുറച്ചും കൂടി ബേസ് ആയിട്ട് വരാം. ഇപ്പൊ നമ്മുടെ കൂടെ ഇന്നുള്ളത് മുഹമ്മദ് ഷഹബാസ് ആണ്. 2025 ജാം ബാച്ചിലെ ഒരു സ്റ്റാർ പെർഫോമർ ആണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം ഓൺഗോയിങ് സമയത്ത് തന്നെ 100 ബിലോ റാങ്ക് വരിക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ലാസ്റ്റ് 10 ഇയേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കെമിസ്ട്രിയിൽ 100 ബിലോ റാങ്ക് വന്ന് വളരെ കുറഞ്ഞ കുട്ടികൾ ഉണ്ടാവുള്ളൂ, മാക്സിമം 3 or 4 സ്റ്റുഡൻസ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു പെർഫോമൻസിലേക്ക് എത്തിക്കാൻ ഷഹബാസിന് ഓൺഗോയിങ് സമയത്ത് തന്നെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ആളുടെ റാങ്ക് 72 ആണ്. എന്തായാലും ഷഹബാസിന് ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഷഹബാസ് നടത്തിയിട്ടുണ്ടാവും. എന്നിരുന്നാൽ മാത്രമേ ഈ ഒരു ഓൺഗോയിങ് സമയത്ത് തന്നെ ഇത്രയും നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അതിനൊക്കെ മുന്നേ ഷഹബാസ് ഓൾ ബെൻസിൽ ടീമിന്റെ എല്ലാ എല്ലാവിധ അഭിനന്ദനങ്ങളും. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും, കാരണം ബെൻസിലിനെ സംബന്ധിച്ചും ഓൺഗോയിങ് സമയത്ത് ഇതുവരെ കുട്ടികൾക്ക് കിട്ടിയതിലെ ഏറ്റവും ടോപ്പ് റാങ്ക് ആണ്. അപ്പം ഞങ്ങളുടെ ഓൾ ടീം, ഞങ്ങളുടെ ബെൻസിലിന്റെ വക എല്ലാവിധ അഭിനന്ദനങ്ങളും. ഓക്കെ, അപ്പം എങ്ങനെയായിരുന്നു ദ ഓവറോൾ ജാബ് പ്രിപ്പറേഷൻ? അത് ഞാന് ഒരു ഏപ്രിൽ മാസത്തിൽ തന്നെ ബെഞ്ചിൽ ചേർന്നിരുന്നു. ആ ടൈം തന്നെ ക്ലാസ്സുകൾ കണ്ടു തുടങ്ങി. അതായത് ഒരു ഒക്ടോബറിലേക്ക് ഞങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് അവിടെ അവൈലബിൾ ആയതുകൊണ്ട് ഒരു ഒക്ടോബറിലേക്ക് ഞാൻ തീർക്കാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു വന്നത്. അത് ഏകദേശം ഒരു ഒക്ടോബർ ലാസ്റ്റ് വീക്ക് ആകുമ്പോൾ തന്നെ എന്റെ കഴിഞ്ഞു ക്ലാസ് ഒക്കെ. ഓ, വെരി ഗുഡ്. എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികൾ ജാം എക്സാം വരുന്നത് ഫെബ്രുവരിയിലാണ്. അപ്പൊ ജാനുവരിയിൽ തീർക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യും. ഷഹബാസ് അത് ഒക്ടോബറിലെ തീർക്കാമെന്നാണ് തീരുമാനിച്ചു. മാത്രമല്ല ഞങ്ങൾക്ക് ഇപ്പോ സ്കൂൾ കോളേജിന്റെ ഉള്ളതുകൊണ്ട് ടീച്ചേഴ്സിന്റെ ഒരു ബേസ് കിട്ടുന്നുണ്ട്. ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ ബെഞ്ചിൽ പോകാണ്ട് തന്നെ ഞങ്ങൾക്ക് കോളേജിൽ തന്നെ ഒരു ഇത് കിട്ടുന്നുണ്ട് ടീച്ചേഴ്സ് ഒക്കെ. മാത്രമല്ല ഒരു നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല എക്സാം ATC എല്ലാം എഴുതിയിട്ട് ആദ്യം കുറെ പേടിച്ചിരുന്നു. അതായത് ഫസ്റ്റ് മാർക്കൊക്കെ ഒരു 20 ബിലോ ആയിരുന്നു കിട്ടിയിരുന്നത്. അന്നേരം പിന്നെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് ഇമ്പ്രൂവ് ആയി. ഒരു ഡിസംബർ ഒക്കെ ആവുമ്പോൾ ഒരു 40 അതിന്റെ അടുത്ത് അന്നേരം കുറച്ചുകൂടി പ്രതീക്ഷ വന്നു. 40 എത്തുമ്പോ ഏകദേശം ഒരു IIT കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടു തുടങ്ങി അല്ലേ? അതുകൊണ്ട് പിന്നെ കുറച്ച് നല്ലൊരു ഇതുണ്ടായിരുന്നു. അവസാന നിമിഷത്തിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടിരുന്നു. അതായത് ആദ്യം ഒരു 6 അവർ പഠിച്ചിരുന്നത് പിന്നെ ഒരു 10 to 12 വരെ ആക്കി. ഓ, എനിക്കൊരു സർപ്രൈസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെ കൊണ്ട് തന്നെ നമ്മൾ 10 അവേഴ്സ് പഠിക്കാൻ പറയുമ്പോൾ അവരതിലേക്ക് എത്തിക്കാൻ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. ഓൺഗോയിങ് സമയത്ത് തന്നെ നിങ്ങൾ അതൊരു 10 എത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ അതിന്റെ ആ ഒരു ഇത് എന്താണ് നിങ്ങളുടെ ഈ റാങ്കിന്റെ പിന്നിലുള്ള സീക്രട്ട് ഇപ്പൊ ഓപ്പൺ ആണ്. അതാണ് നിങ്ങളുടെ 10+ അവേഴ്സ് ഓൺഗോയിങ് സമയത്ത് നിങ്ങൾ പഠിച്ചു. അവസാന ജാനുവരി എനിക്ക് എന്നോട് ടീച്ചേഴ്സ് പറഞ്ഞു, പഠിച്ചോ പോയിട്ട് കോളേജിൽ അങ്ങനെ വരണ്ട. അങ്ങനെ ഒരു മാസം ഞാൻ എനിക്കറിയാം നിങ്ങളുടെ ടീച്ചേഴ്സ് ലിയാഖ സാർ ആണെങ്കിലും അജ്മൽ സാറും അതേപോലെ നിജേഷ് സാറൊക്കെ നല്ല സപ്പോർട്ടാണ് അല്ലേ? ആ, നല്ല സപ്പോർട്ടീവ് ആയ ടീച്ചേഴ്സ് ആയിരുന്നു ഞങ്ങളെ. അതുകൊണ്ട് ആ ടൈം നല്ലോണം കിട്ടുകയും ചെയ്തു. അതിന്റെ ഇടയ്ക്ക് ട്രിപ്പും കൂടി പോയാൽ കുറച്ചും കൂടി ടെൻഷൻ ഫ്രീ ആയി. ഞാൻ ട്രിപ്പ് പോയിനാണ്. ഞങ്ങൾക്ക് എക്സാമിന് അടുപ്പിച്ചായിരുന്നു ട്രിപ്പ്, അല്ലെങ്കിൽ ഡിസംബറിലോ? ജനുവരി 12th. ഓ, ഓക്കെ ഓക്കെ. 12 to പിന്നെ 18 അന്നേരം കുറച്ചും കൂടി റിലാക്സ് ആയി പോയി. അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നല്ല. പക്ഷെ ഷഹബാസിന്റെ കേസിൽ ആ ട്രിപ്പിന്റെ മുന്നേ തന്നെ ഏകദേശം പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ. പിന്നെ കോളേജിൽ പോയില്ല, പിന്നെ എക്സാം കഴിഞ്ഞിട്ടേ പോയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. പക്ഷെ അത് നിങ്ങളുടെ ടീച്ചേഴ്സിന് അറിയാം, നിങ്ങളെ ഓരോരുത്തരും ടീച്ചേഴ്സിന് പേഴ്സണലി അറിയുമായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഷഹബാസിന്റെ കേസിൽ അവർ ഈ തരത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. ഞങ്ങളെ എന്നോട് പഠിച്ച അശ്വന്ത് അല്ലേ? ആ, അശ്വന്തൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അവർക്കൊക്കെ നല്ല റാങ്ക് ഉണ്ട് അല്ലേ? ആ, അവരും എല്ലാം ഞങ്ങളെല്ലാം ടീച്ചർ അങ്ങനെ വിട്ടതാണ്. അതായത് ഈ ഇതിലേക്ക് എല്ലാ വർഷവും നിങ്ങളുടെ കോളേജിൽ നല്ല റാങ്കുകൾ ഉണ്ടാവാറുണ്ടല്ലോ. ആ, കഴിഞ്ഞ പ്രാവശ്യം വിവേക് പിന്നെ അളകാൻ. ആ, വിവേക് ഒക്കെ ഓൺഗോയിങ് സമയത്ത് തന്നെ IIT കിട്ടിയല്ലോ അല്ലേ? IIT ഇൻഡോർ. ആ, ഇൻഡോർ കിട്ടിയിട്ടുണ്ട്. അതെ അതെ. പിന്നെ അളകാൻ എന്താ കഴിഞ്ഞല്ലോ.
IIT മദ്രാസ് പോയി അല്ലേ? അവരൊക്കെ നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു, ബെൻസിലുള്ളവരാണ് അളകനന്ദയും വിവേകും ഒക്കെ. ഏപ്രിൽ ആ സെക്കൻഡ് ഇയർ ടു തേർഡ് ഇയർ വെക്കേഷൻ ടൈം ഉണ്ടല്ലോ, ആ ആ സമയത്ത് എത്ര ക്ലാസ്സുകൾ ഏകദേശം ഒരു 60% കണ്ടു തീർക്കാൻ പറ്റിയിരുന്നോ? അല്ല, ആ സമയത്ത് ഞാൻ ഈ ഓൺഗോയിങ് ഇതില്ലേ ലൈവ് ക്ലാസ്സസ് അതായിരുന്നു കുറച്ചും കൂടി ഇതാക്കി. പിന്നെയാണ് കുറച്ച് ഇത് കണ്ടത്. റെക്കോർഡിലേക്ക് മാറി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിട്ട് അല്ലേ? യെസ് യെസ്, അത് നല്ല ക്ലാസ് ആയിരുന്നു. ഇജാസാറ് ക്ലാസ് ഒക്കെ സ്പെക്ട്രോ എല്ലാം നല്ല ഉണ്ടായിരുന്നു. അതെ അതെ. കോളേജിലെ മാർക്കിനെ ഇത് എഫക്ട് ചെയ്തോ, അല്ലെങ്കിൽ ഈ പഠിക്കുന്നതൊക്കെ കോളേജിലും യൂസ്ഫുൾ ആയോ? കോളേജിൽ യൂസ്ഫുൾ ആയെന്ന് പറയാൻ പറ്റും. കാരണം ഫോർത്ത് സെം വരെ അധികം അങ്ങനെ റാങ്കില്ലായിരുന്നു. അതായത് ഗ്രേഡ് എന്ന് വെച്ചാൽ ഒരു 7.5 വരുത്താറുള്ളൂ. പക്ഷെ കഴിഞ്ഞ ഇതിന് ചേർന്നിട്ട് ജാമിന്റെ പ്രിപ്പറേഷൻ കൂടി ഇതാക്കിയാലോ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി. അതായത് ലാസ്റ്റ് 5th സെം കണക്കത്രയോ 9.5 ആയിട്ടുണ്ട് ഓരോ. അത് കുറച്ചും കൂടി ഒരു ബേസ് നല്ലോണം കിട്ടി. അതായത് നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല അല്ലേ? അല്ലേ, ഇപ്പത്തെ വന്നിട്ടില്ല. 7.5 ആയിരുന്നു ഫോർത്ത് വരെ, അതിനുശേഷം 9.5 ജമ്പ് ചെയ്യാൻ പറ്റി അല്ലേ? പല കുട്ടികൾ നേരെ തിരിച്ചാണ് പറയാറ്, എന്ന് പറഞ്ഞാല് കോച്ചിങ്ങിന്റെ കൂടെ വരുമ്പോ ഡിഗ്രി ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, മാർക്ക് കുറയില്ല സാർ എന്നൊക്കെ ചോദിക്കും. കാരണം ഓർഗാനിക് നമുക്ക് 5th തൊട്ടിട്ട് 3 വരുന്നുണ്ടല്ലോ, ഫിസിക്കൽ ഇൻഓർഗാനിക് ഓർഗാനിക് ആണ്. നമ്മള് എന്തായാലും ജാമ്യം പഠിക്കുന്നുണ്ട്. ആ പാഠങ്ങൾ ആ പരീക്ഷ വരുമ്പോ ആ ജാമ്യന്റെ ഇതില് ഇത് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യും. അതായത് അതിന്റെ ബേസ് ഇതല്ലോ, അപ്പൊ ഇതുമേ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഈവൻ ചെറിയൊരു കാര്യം ചോദിക്കാൻ, നിങ്ങൾ ക്ലാസ്സിൽ ഇപ്പൊ ജാമിന്റെ ക്ലാസ് നിങ്ങൾ നേരത്തെ കണ്ടു തീർക്കുന്നുണ്ടാവും. അപ്പൊ ഈവൻ നിങ്ങൾ കോളേജിലെ ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോ ഈവൻ ടീച്ചേഴ്സ് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കുകയൊക്കെ ചെയ്യും, അപ്പം ആൻസർ പറയാനൊക്കെ ഒരു ഫ്ലുവൻസി ഉണ്ടായിരുന്നോ? എങ്ങനെയാണ്? ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു വേഗം മനസ്സിലാക്കാൻ പറ്റും. അത് കണ്ടു കഴിഞ്ഞ കാര്യമില്ലേ, കുറച്ചും കൂടി പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാനും ഒരു ഇതെല്ലാം ഉണ്ടാവും. കൂടുതലുള്ള കുട്ടികൾ ചോദിക്കും ഇത് എങ്ങനെ ആൻസർ പറയുന്നു ചോദിക്കോ? അത് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് രണ്ടും ഒരുമിച്ച് പഠിക്കുന്നതാണല്ലോ, അപ്പൊ കുറച്ചും കൂടി കണ്ട സാധനം ഇത് ഇതിനു മുമ്പ് കണ്ടിട്ട് അപ്പൊ കുറച്ചും കൂടി ഇതുണ്ട്. ജാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം, ഈവൻ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒന്നും ജാം പ്രിപ്പറേഷൻ തുടങ്ങിയില്ലല്ലോ? ഇല്ല, ഞാൻ ജാം അറിയായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തായാലും ഫൈനൽ ആവട്ടെ എന്ന് വെച്ചോ. അപ്പൊ ഫൈനൽ ഇയർ ആവാൻ കാത്തിരിക്കുന്നത് ഒരു നല്ല തീരുമാനമാണോ, അല്ലെങ്കിൽ കുറച്ച് മുന്നേ തുടങ്ങുന്നതാണോ നല്ലത്? കുറച്ച് മുന്നേ തുടങ്ങുന്നതാണ് നല്ലത്. കാരണം കുറച്ചും കൂടി ബേസ് ആയിട്ട് വരാം. രണ്ടും എന്തായാലും കോളേജിലും ഇതിനെല്ലാം പഠിക്കുന്നത്. കെമിസ്ട്രി എടുക്കുന്നതാണെങ്കിലും അത് തന്നെയാണ് പഠിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് സെക്കൻഡ് സെമിനായിട്ടായിരുന്നു ഇത് വന്നത്, സ്റ്റീരിയോ കെമിസ്ട്രി. അത് തന്നെ നല്ലോണം നോക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ഇതില് ഇപ്പം തന്നെ ഇതാക്കി വരാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈവൻ ബെൻസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് NIT ആയിരുന്നോ ടാർഗറ്റ് ചെയ്തത്, IIT ആണോ അല്ലെങ്കിൽ ഐസർ ആയിരുന്നോ, എങ്ങനെയായിരുന്നു, ഏത് റാങ്ക് ആയിരുന്നു പ്ലാൻ? മനസ്സിലുണ്ടാവില്ല നമുക്ക് ഇങ്ങനെ ഒന്ന് കിട്ടണം എന്നുള്ളത്? അങ്ങനെയൊന്നുമില്ല, ഒരു നല്ല കോളേജ് കിട്ടണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു പിന്നെ പ്രിപ്പറേഷന് ചേർന്നത് തന്നെ. അല്ല, ഓക്കെ, ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ തവണ നമുക്ക് 5ഉം 17ഉം 100 ബിലോ തന്നെ കുട്ടികൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു റാങ്കിലേക്ക് എത്തണമെന്ന് എപ്പോഴെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോ? അത് ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടുമെന്നതിന്റെ നിർബന്ധമായിരുന്നു. കാരണം ഞാനൊരു 4th സെം വരെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇതിലാണല്ലോ, അതുകൊണ്ട് അത്ര പ്രതീക്ഷയില്ലായിരുന്നു. ബട്ട് ഇപ്പോ ഈ റാങ്ക് കിട്ടുമെന്നും പ്രതീക്ഷിക്കില്ല. 100 ബിലോ തന്നെ എനിക്ക് തോന്നുന്നു ഈവൻ എക്സാം എഴുതി കഴിഞ്ഞപ്പോ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ലല്ലോ, ഞാൻ അതെല്ലാം സാറെ വിളിച്ചേ ഓർമ്മയുണ്ട്. ഇതുകൊണ്ട് എവിടെ എന്നോട് അങ്ങനെയല്ലേ ചോദിച്ചത്, ഷേബാസ് സാർ എനിക്ക് ഇത്ര മാർക്ക് ഉണ്ട് എവിടെയെങ്കിലും കിട്ടുമെന്നല്ലേ ചോദിച്ചത്? അതെ, ഞാൻ അതാ ചോദിച്ചത്. എനിക്ക് ഉറപ്പില്ല, കാരണം 50 എന്നൊക്കെ വെച്ചാൽ കഴിഞ്ഞ വർഷം 72 അല്ലേ നമ്മള് ഫസ്റ്റ് 5th റാങ്കിന് കിട്ടിയത്. 5th റാങ്കിന് 83 വന്നിട്ടുണ്ട് മാർക്ക്. 83. അപ്പൊ ആ റേഞ്ച് മാറുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു 60 ഉണ്ടെങ്കിലാണ് കഴിഞ്ഞ തവണത്തെ എക്സാം പ്രകാരം മദ്രാസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? അതിനെ അതുകൊണ്ട് കുറച്ച് സംശയം ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഞാൻ ഇവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞു. ഷഹബാസിന് 50 ഉണ്ട്, അവനിപ്പോഴും സംശയമാണ് എവിടെയെങ്കിലും കിട്ടുമെന്നുള്ളത്. നമ്മുടെ കഴിഞ്ഞ മീൻസ് ബാച്ചിലെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, സഹല് യദു അവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു റിസൾട്ട് വന്ന സമയത്ത്. ഇപ്പൊ എന്ത് പറയുന്ന ഈ റാങ്ക് കിട്ടിയതിനു ശേഷം ടീച്ചേഴ്സ് ഒക്കെ എന്ത് പറയുന്നു? കോളേജിൽ നിന്ന് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലെ ആളുകളും നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരുപാട് ഉണ്ടാകുമല്ലോ. ടീച്ചേഴ്സ് ഒക്കെ നല്ല പറയുന്നുണ്ട്. കാരണം ഇത്രയൊന്നും ആരും പ്രതീക്ഷിക്കില്ല. ട്രിപ്പിലോ ഓൺഗോയിങ് എന്നൊക്കെ വിചാരിച്ച ടീച്ചേഴ്സ് പറയുന്നത് ഇത്രയും പിടിക്കില്ല എന്നാണ്.
ഓക്കെ. പിന്നെ നമ്മുടെ കൂടെ തന്നെ ഇപ്പം ഷിറിനും എത്തിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരുമാണ് 72 ആൻഡ് 83 ക്ലോസ് റാങ്കുകളാണ്. ഇല്ല എന്തായാലും ഇത്ര റാങ്ക് കിട്ടും. അതായത് ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു, ഒരു പാസ് മാർക്ക് ഇതാക്കുന്നുള്ളത്. ബട്ട് റാങ്ക് ഇത്ര വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്താണ് അടുത്ത പ്ലാൻ? എവിടെയാണ് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചോ? തീരുമാനിച്ച ഒന്നെങ്കിൽ IISc പോകും, അല്ലെ IIT മദ്രാസ്, അതാണ് നോക്കുന്നത്. ISc ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ISc ജോയിൻ ചെയ്യും. നല്ലൊരു ഇതല്ല ഓപ്ഷൻ ഉണ്ട്. അത് അവിടുത്തെ കുറച്ചും കൂടി പ്രഷറാണെന്ന് പറയുന്നത്. അതെ, നിങ്ങൾക്ക് എന്തായാലും മാനേജബിൾ ആയിരിക്കും. നിങ്ങൾക്ക് കുഴപ്പമില്ലാല്ലോ. നിങ്ങൾക്ക് ഇത്രയും ഓൺ ഗോയിങ് സമയത്ത് തന്നെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്ത ഒരാൾക്ക് IScയിലെ അതൊന്നും അത്ര ഉണ്ടാവില്ല. എത്രയോ കുട്ടികൾ ചെയ്യുന്നില്ലേ. കോളേജിലെ പരിപാടികൾ കഴിഞ്ഞോ? സെമസ്റ്റർ എൻഡ് ചെയ്തോ? കോളേജ് കഴിഞ്ഞ വ്യാഴാഴ്ച എക്സാം ആയി. ഇനി ഫെയർവെൽ ഉണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് ഇവ ഞാൻ കോളേജിന്റെ കാര്യം പറയാൻ കാരണം അന്ന് റിസൾട്ട് വന്ന സമയത്തും ഷഹബാസിനെ ഒന്ന് വിളിച്ചിട്ട് എത്രയായിട്ട് കിട്ടിയില്ലായിരുന്നു. കോളേജ് എനിക്കൊന്ന് എക്സാമിന്റെ തിരക്കിലോ എന്തോ ആയിരുന്നു അല്ലേ? വിളിച്ചൊരു റാങ്ക് വന്ന ടൈം ഞങ്ങൾക്കത് പരീക്ഷയായിരുന്നു, ലാബ് എക്സാം. കാരണം ഞങ്ങൾക്ക് ഷഹബാസിന്റെ മാർക്ക് അറിയാലോ, അപ്പൊ റാങ്ക് എത്രയാണെന്ന് അറിയാനുള്ള സ്പിരിറ്റിലായിരുന്നു. ഷഹബാസിനാണെങ്കിൽ എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല. എനിക്കൊന്ന് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? ഞാൻ ലാബിലായിരുന്നു അന്നേരം. ഞങ്ങൾക്കന്ന് ലാബ് ഏതായിരുന്നു, ഓർഗാനിക് ലാബായിരുന്നു, ഓർഗാനിക്. ഓക്കെ ഓക്കെ. എവിടുന്ന എക്സാം? മീൻസ് ഈ റാങ്ക് അറിയുന്നത് വീട്ടിലെത്തിയപ്പോഴാണോ അല്ലെങ്കിൽ കോളേജിൽ നിന്നാണോ? അല്ല, വീട്ടിലെത്തിയിട്ടാണ് നോക്കിയത്. അല്ല, സർവർ ഡൗൺ ആയിട്ടില്ല, സാറിലെ നോക്കി തന്നു. അതെ അതെ, ഞാനാണ് നോക്കിയത്. എനിക്ക് നിങ്ങളുടെ റോൾ നമ്പറും കാര്യം ഷെയർ ചെയ്ത മീൻസ് പല കുട്ടികൾക്കും നോക്കാൻ കഴിയുന്നില്ലായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് വെബ്സൈറ്റിൽ കയറാൻ കഴിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഷഹബാസിന്റെ മാർക്ക് അറിയാലോ. അപ്പൊ എത്രയാണ് റാങ്ക് അറിയാനുള്ള ഒരു സ്പിരിറ്റിൽ ഇങ്ങനെ ഷഹബാസിനാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? PhD ആണോ അല്ലെങ്കിൽ ജോബിലേക്കാണോ? PhD അത് ഞാൻ അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ എത്തിയിട്ട് ഇതിന്റെ കുറച്ചും കൂടി എക്സ്പോഷർ ഉണ്ടാവോ. അതെ അതെ, MSc ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചും കൂടി ഐഡിയ കിട്ടും. ഈവൻ നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ അവരുടെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ നമുക്കറിയാം. നിങ്ങളുടെ നേരെ സീനിയർ ബാച്ച് എങ്ങനെയാണ് മെജോറിറ്റി ആൾ പോകുന്നത്, ഓരോരുത്തരുടെ ടേസ്റ്റിന്. അപ്പൊ നിങ്ങൾക്ക് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അതാണ് ഞാൻ പിന്നെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇപ്രാവശ്യം ഗേറ്റ് പോലും അങ്ങനെ എഴുതിയില്ല. ഓ, ഗേറ്റ് കൊടുത്തില്ലായിരുന്നോ? ജസ്റ്റ് നോക്കിയിട്ടാവില്ല അല്ലേ? ഇല്ല, ആകെ ഇതാ കൊടുത്തിട്ടുള്ളൂ ജാമിന്. ഞാൻ CUT കൊടുക്കണ്ട. പക്ഷെ ഞാൻ ഗേറ്റ് എല്ലാവരോടും അപ്ലൈ ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ. ഞാൻ വെച്ചു എന്നാലും PG കുറച്ചും കൂടി ഐഡിയ ഉണ്ടല്ലോ, നമ്മൾ ഡീപ്പായിട്ട് വരുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ. 30ഓളം PSc സ്റ്റുഡൻസ് ക്വാളിഫൈ ചെയ്തത് കണ്ടല്ലോ. തോന്നിയോ? കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണെന്ന് പറഞ്ഞു. തോന്നിയോ അങ്ങനെ റിസൾട്ട് കണ്ടപ്പോ? അത് കണ്ടപ്പോ തോന്നിയിട്ടുണ്ട്. ഇതേ എത്രയോ 2 വീക്സ് കഴിഞ്ഞാൽ പിന്നെ എക്സാം ആയിരുന്നല്ലോ. അതുകൊണ്ട് ആ ബേസിൽ വേറെ പ്രിപ്പറേഷന്റെ ആവശ്യമില്ലായിരുന്നു. അതിലൊക്കെ പോയി എഴുതിയാൽ മതിയായിരുന്നു. അപ്പൊ എങ്ങനെ ഈ 6 അവേഴ്സും അതേപോലെ തന്നെ 10 അവേഴ്സും ഒക്കെ കോളേജ് ഡേയ്സ് എങ്ങനെ നിങ്ങൾ ഇത് മാനേജ് ചെയ്യുന്നത്? അത് കോളേജ് വിട്ട് കഴിഞ്ഞ് ഒരു 4:30 എത്തും വീടിനടുത്ത് തന്നെ കോളേജ്. അതുകൊണ്ട് പിന്നെ ഒന്ന് ഫ്രഷപ്പ് ആയി ഒന്ന് ഉറങ്ങും ഞാൻ വൈകുന്നേരം. ഓക്കെ ഓക്കെ. ഉറങ്ങിയിട്ട് പിന്നെ ഒരു 12 AM വരെ കുത്തിരിക്കും. ഓക്കെ. അപ്പൊ അത് 12 o'clock വരെയൊക്കെ പോകും. അതെ, 12 o'clock. അത് അന്നേരം കുറച്ചും കൂടി ഇതായിട്ട് തന്നെ പഠിക്കും, ശ്രദ്ധിച്ചു പഠിക്കും. അല്ലാണ്ട് നല്ല ഇതില് പഠിക്കും. അന്നേരം പെട്ടെന്ന് ഇതാവും, കുറച്ചും കൂടി തലയിൽ കയറുന്ന പോലെ നോക്കും. ഷഹബാസ് ഓൾറെഡി മൈൻഡ് സെറ്റ് മീൻസ് ജാമിന് ഒരു പ്രയോറിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് കോളേജ് വിട്ട് 4:30 ആകുമ്പോൾ വീട്ടിലെത്തുന്നു, ക്ഷീണം മാറ്റാമെന്ന് ഉറങ്ങുന്നു. അത് കഴിഞ്ഞ് ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് മനസ്സിന്റെ ഉള്ളിൽ അവിടെ ഉണ്ടല്ലോ. ജാമാണ് എന്റെ പ്രയോറിറ്റി. ഞാൻ +2 അതിന്റെ റിപ്പീറ്റർ ആണ്. ഓക്കെ ഓക്കെ. അന്നേരം നമുക്ക് ഏകദേശം തിരിയും നമ്മളെ എങ്ങനെയാ പഠിക്കാൻ പറ്റുക. ഒരു ഹാബിറ്റ് ആയി വന്നിട്ടുണ്ടാവും അല്ലേ? ഞാൻ ആ ടൈമല്ലോ രാവിലെ എണീച്ചു പഠിക്കും. പക്ഷെ ഇടയ്ക്ക് രാവിലെ എണീറ്റ് ശരിയാവില്ല, ഉറക്ക് റെഡി ആയിട്ടില്ലെങ്കിൽ ഇന്നും റെഡി ആവില്ല. അപ്പൊ മനസ്സിലായി രാവിലെ പഠിച്ച കാര്യമില്ല, രാത്രി തന്നെ നോക്കേണ്ടി വരും. ഓക്കെ ഓക്കെ. പിന്നെ ഹോളിഡേയ്സിലോ ഫുൾ ടൈം ഇതിനായിട്ട് അങ്ങ് ഇരിക്കും? ഹോളിഡേയ്സ് അവസാനം വന്ന മന്ത്സിലെല്ലാം ഞാൻ ഇതിനായിട്ട് നോക്കുന്നത്. നമ്മളിവിടെ മീറ്റിംഗ് ഇങ്ങനെ പറയില്ലേ, ഓഫ്ലൈനിൽ കുട്ടികൾ ഇത്ര നേരം പഠിക്കുന്നുണ്ട്, നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. 12 മണിക്കൂർ പഠിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇത് തോന്നും, നമ്മളെന്താ ഇത്ര ഒന്നും ചെയ്യുന്നില്ലല്ലോ, നമുക്ക് ഇതൊന്നും കിട്ടില്ലല്ലോ എന്നുള്ള ചിന്ത വരും. അന്നേരം പിന്നെ പഠിക്കാൻ തോന്നും. കുറച്ചുകൂടി ടൈം കുത്തിഞ്ഞാലും പ്രശ്നമില്ല, എങ്ങനെ കിട്ടണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. അപ്പൊ കോളേജിലും കിട്ടുമല്ലോ കുറച്ച് സമയം ഫ്രീ ടൈമുകൾ. അതും ജാമിന്റെ പ്രിപ്പറേഷന് ഉപയോഗപ്പെടുത്തിയിരുന്നോ?
കോളേജിന്ന് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടാകുമ്പോ ടീച്ചറോട് ചോദിക്കും. മാത്രല്ല ഇതുണ്ടാവില്ലേ, ഈ ബുക്കൊക്കെ ഉണ്ട് അവിടെ, ലൈബ്രറി ഉണ്ട് ഓക്കെ കോളേജ്. ഓക്കെ. അവിടെ ഞാൻ ബുക്ക്. ഉദ്ദേശിച്ചത് കോളേജിന് ചില ഹവേഴ്സ് ഫ്രീ ആയിട്ടുള്ളതോ, ചില ഡേയ്സ് ഇപ്പം സ്ട്രൈക്ക് ഒക്കെ ആ ഉണ്ടെങ്കിൽ കോളേജ് ഇല്ലാത്തതോ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ജാമിന് വേണ്ടി പഠിക്കുമോ? കോളേജിൽ ചില പരിപാടിക്കൊന്നും അങ്ങനെ പങ്കെടുക്കാൻ നിൽക്കാറില്ല. ഇനി പരിപാടികളിലെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഷഹബാസിന് പോകാനോ? പലപ്പോഴും വിളിച്ചിട്ടുണ്ടാവില്ല ടോക്കിനോ, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു ജൂനിയർ കുട്ടികൾക്കായിട്ട് മീറ്റിംഗ് ഒക്കെ. എക്സാമിന്റെ തിരക്കായിരുന്നില്ലേ നിങ്ങള്? അതെ. ഞങ്ങക്ക് എക്സാം കഴിഞ്ഞ് തൊട്ടിട്ട് ലാബ് എക്സാം തുടങ്ങി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് തുടങ്ങി, റിട്ടേൺ എക്സാം. ഇവൻ മറ്റു ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സ് വരെ വന്നിട്ട് ആ ചെയ്തിട്ടുണ്ടാവുമല്ലോ. യെസ്, വിഷ് ചെയ്തിട്ടുണ്ട്. കാരണം ഒന്നാമത് എനിക്ക് ഏകദേശം ടീച്ചേഴ്സായിട്ട് നല്ല പരിചയം ആ കോളേജിൽ. അതുകൊണ്ട് ടീച്ചേഴ്സ് എല്ലാം ഇതാക്കി വിഷ് ചെയ്തിട്ട്. വീട്ടുകാരെന്ത് പറയുന്നു? ഇപ്പൊ ഉമ്മയൊക്കെ ഹാപ്പി? വീട്ടുകാരെ ഹാപ്പിയാണ്. ഓക്കെ. കാരണം വിചാരിച്ചില്ല ഇത്ര റാങ്ക് ഒന്നും കിട്ടും. പിന്നെ ഷഹബാസിന്റെ ഒരു പ്രിപ്പറേഷൻ സമയത്ത് നിങ്ങൾ ഓരോരുത്തരെയും മോണിറ്റർ ചെയ്യല്ലോ. ഒരു ആദ്യത്തെ 2-3 മന്ത്സിലൊന്നും വലിയൊരു റാങ്ക് വന്നിട്ടില്ലായിരുന്നു അല്ലേ? ഞാൻ അങ്ങനെ ഷഹബാസിന് അങ്ങനെ ഒരു ഫസ്റ്റ് ഈവൻ 30 പോലും ഷഹബാസ് പലതിലും വന്നില്ലായിരുന്നു. ഫസ്റ്റ് 30 പോയിട്ട് ഫസ്റ്റ് 100ന്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഒരു 80 to 100ന്റെ ഇടയിലായിരുന്നു. അന്നേരം നല്ല പേടി ഉണ്ടായിരുന്നു. നമ്മളിത് ഒന്നും ഇതാക്കാത്തത്, നമ്മള് എഴുതുന്നൊന്നും ഇതാക്കാത്തത്. പക്ഷെ എയ്റ്റീസിന്റെ ലെവൽ അറിയുന്നോണ്ട് പിന്നെ പേടി അത്ര ഇതില്ലായിരുന്നു. നമ്മളെക്കാട്ടോ ഒരു PG ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അത്ര പേടിച്ചില്ല. ഞാൻ ഒന്നാമത് പേടിയാൻ കഴിയുമായിരുന്നു. പേടിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാം. പിന്നെ എക്സാം 20 നമ്മുടെ 20 ക്രോസ് ചെയ്ത് കിട്ടിയാൽ തന്നെ ഒരു സമാധാനമായിരിക്കും. പലപ്പോഴും സിംഗിൾ ഡിജിറ്റിലേക്ക് കുട്ടികൾ പോകാറുണ്ട്. അതെ, 20 ആദ്യം 20 വരെ മാർക്കൊന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ അത് കൂടി വന്ന് 25 ഇങ്ങനെയൊക്കെ വന്നിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോൾ ഒരു 40 എത്തിയിരുന്നു. 44 ആണെന്ന് തോന്നുന്നു ലാസ്റ്റ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് സാറ് ലാസ്റ്റ് എക്സാം നടത്തിയിട്ടില്ലേ, ജനുവരി ലാസ്റ്റ് സാറ് കുറച്ചുകൂടി സിമ്പിൾ ആക്കി. നിങ്ങളുടെ മെയിൻ എക്സാമിന് തൊട്ട് മുന്നേ അന്നേരം കുറച്ചുകൂടി ഒരു ഇതുണ്ടായിരുന്നു, കുഴപ്പമില്ല. അത് 50 to 60 ഇടയിൽ ഉണ്ടായിരുന്നല്ലോ ഷഹബാസിന്. ഏഹ് 50 to 60 ഇടയിലായിരുന്നു ആ ലാസ്റ്റ് എക്സാമിന്. 54 ആണെന്ന് തോന്നുന്നു. ആ റേഞ്ചിലുണ്ട്, എന്റെ ഓർമ്മയിൽ അത് തന്നെയാണ്. 50+ ഉണ്ടായിരുന്നു. ഓക്കെ. അന്നേരം കുറച്ചുകൂടി ഒരു ഇതുണ്ടായിരുന്നു, കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷ. അല്ല വലിയ റാങ്ക് കിട്ടി. ആ എക്സാം പക്ഷെ നമ്മൾ കുറച്ചൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ തരാൻ വേണ്ടിയിട്ടൊന്ന്, എന്ന് പറഞ്ഞാൽ വളരെ ഈസി അല്ല, സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ 20% ഒന്ന് ഈസി ആക്കിയിട്ടുണ്ട്. അതെ കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഇപ്പൊ എന്തായാലും ഇതൊരു എന്താ പറയാ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്. കാരണം ടീച്ചേഴ്സ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൺഗോയിങ് സമയത്ത് നിങ്ങൾ ഇത് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയും ഇന്റൻസ് ആയിട്ട് ഇത് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഇതിലേക്ക് എത്താൻ കഴിയില്ല. ഈവൻ നിങ്ങളുടെ ട്രാവൽ ആയിക്കോട്ടെ, നിങ്ങളുടെ ഈ എന്താണ് വീട്ടിലുണ്ടാകുന്ന സമയം, കോളേജ് ടൈമിലൊക്കെ ഫുൾ പ്ലാനിങ് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ ആയിരുന്നു ലാസ്റ്റ് 1 year. അതെ, സാർ ആദ്യം പറഞ്ഞിട്ടില്ലേ, ഒന്നെങ്കിൽ നിങ്ങൾ കോളേജിലേക്ക് ഇതാക്കിക്കോ, അല്ലെങ്കിൽ ഇതിലേക്ക് ഇതാണ്. അതായത് കോളേജിൽ വേറെ നല്ല മാർക്ക് വാങ്ങിയിട്ട് ഏതെങ്കിലും ലോക്കൽ കോളേജിലേക്ക് പഠിക്കാനാണോ, അല്ലെങ്കിൽ ഇത് റാങ്ക് വാങ്ങിയിട്ട് നല്ല കോളേജിൽ പോകണമെന്ന് സാറിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള ക്ലാസ് കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഇതാകാറുണ്ട്. ഇതിലേക്ക് വരാന്ന് വെച്ചാൽ എന്തായാലും എനിക്ക് കിട്ടിയ റാങ്ക് കൊണ്ട് ഇടയ്ക്ക് എന്തായാലും മാർക്ക് കൊണ്ട് എന്തായാലും ഒരു കോളേജ് കിട്ടാൻ ചാൻസ് ഇല്ല. ഓൾറെഡി ഫസ്റ്റ് 4 സെമസ്റ്ററിലും 7.5 എത്തിയിട്ടുള്ളൂ. അപ്പൊ ഒരു നല്ല കോളേജിൽ കിട്ടാനുള്ള ചാൻസ് അവിടെ കുറഞ്ഞപ്പോ ഒരു ഉള്ളിൽ പേടി ഉണ്ടാവും അല്ലേ? അതെ. അന്നേരം പിന്നെ എന്തായാലും കുറച്ചുകൂടി നല്ല രീതിയിൽ ഇതിന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏത് നല്ല കോളേജിൽ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായി. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 4 സെമസ്റ്ററിൽ മാർക്ക് കുറച്ച് കുറഞ്ഞത് നന്നായി. അതും കൂടെ ഒരു ഈ പ്രിപ്പറേഷന്റെ തീവ്രത കൂട്ടി. കുറച്ചുകൂടി ഇതായി പോയിരുന്നു. അതെ, ഇതില്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ഉണ്ടാവും. യെസ്. ഓക്കെ ഷഹബാസ്, എപ്പോഴായിരുന്നു ഓഫ്ലൈൻ നമ്മുടെ ക്യാമ്പസിലേക്ക് ഒരു ദിവസം വരും? ഇവിടെ കോഴിക്കോട് തന്നെ അല്ലേ വീട്? സാർ നോക്കട്ടെ. നിങ്ങളും അശ്വന്തും നമ്മൾ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം വരും ഒരു ദിവസം. സീനിയേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. സീനിയേഴ്സ് ഉണ്ട്. യദു ഉണ്ടല്ലോ, മോസ്റ്റ്ലി IIT മീൻസ് ആൾക്ക് 153 ഉണ്ട് അല്ലേ റാങ്ക്? അതെ. ഓക്കെ. നിങ്ങളുടെ കോളേജ് എല്ലാ വർഷവും നമുക്ക് നല്ല കുട്ടികളും നല്ല റാങ്കുകളും ജനറേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. നിങ്ങളുടെ ടീച്ചേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെല്ലാവരും ലിയാഖത്ത് സാറും അജ്മൽ സാറും നിജേഷ് സാറും ഒക്കെ നല്ല സപ്പോർട്ടിങ് ആണല്ലോ അല്ലേ? സാർമാരെ നല്ല രീതിയിൽ നോക്കാൻ തന്നെ പറയും. അതായത് ഇടയ്ക്ക് കുറച്ച് ബുക്കൊക്കെ റെഫർ ചെയ്താൽ ലിയാഖത്ത് സാറാണ്.
പറഞ്ഞ ഈ ബുക്ക് എടുത്തോ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അത് നല്ല ബുക്കായിരുന്നു. ഞാൻ ഫിസിക്കലിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തത് ഒരു ബുക്കിലായിരുന്നു. ഏകദേശം അതിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നത് NIT-യിലൊക്കെ. അപ്പൊ വളരെ സന്തോഷം ഷഹബാസ്. ഓക്കെ. ഓക്കെ അല്ല, ഇങ്ങനൊരു ഞങ്ങൾക്ക് എന്നും ഞങ്ങൾ എന്താ പറയാ എന്നേക്കും ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു റാങ്കും റിസൾട്ടും ആണ് നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതേപോലെ നിങ്ങളുടെ ഫാമിലിയും ടീച്ചേഴ്സും എല്ലാവരും ഇപ്പൊ വളരെ ഹാപ്പിയാണ് ഷഹബാസിന്റെ ഈ ഒരു ഹാർഡ് വർക്ക് വഴി ഉണ്ടാക്കിയ റിസൾട്ട്. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഓരോരോ കാരണങ്ങൾ. അത് നമ്മുടെ കുട്ടികൾ തരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ സന്തോഷം ഡബിൾ ആണ്. അപ്പം ഷഹബാസ് എല്ലാവിധ അഭിനന്ദനങ്ങളും. അതേപോലെ തന്നെ MSc ഏറ്റവും നല്ല രീതിയിൽ ചെയ്യും. ഷഹബാസിന് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഡിഗ്രി തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ല. അപ്പം MSc നല്ല രീതിയിൽ ചെയ്യും. അതേപോലെ തന്നെ PhD എന്താണോ നിങ്ങളുടെ ഹയസ്റ്റ് പ്രയോറിറ്റി. നമ്മുടെ ഹാർഡ് വർക്ക് ആണ് നമ്മുടെ ഫൈനലി നമ്മുടെ റിസൾട്ട് എന്താണെന്ന് തീരുമാനിക്കും. എല്ലാവിധ ആശംസകളും ഷഹബാസ്. താങ്ക് യു സാർ. ഓക്കെ വെൽക്കം.